ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ സമാദരണീയനായ ദാറുൽ ഖുർആൻ അബ്ദുള്ള അക്കാഡമിയുടെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് മുസ്തഫ മന്നാനി മഹാനവറുകളെ, ഇവിടെ സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ PRM പ്രിയങ്കരനായ മുസ്തഫ മുസ്ലിയാർ വല്ലപ്പുഴ, വേദിയെ ധന്യമാക്കുന്ന ഈ സദസ്സിലുള്ള പ്രഗത്ഭരായ ഉസ്താദുമാരെ, ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 11ാമത് വാർഷിക സമ്മേളനവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചാരണവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം വളരെ പ്രൗഢമായി സദസ്സിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മജ്ലിസുൻ നൂറും അതിനോടനുബന്ധമായ ആത്മീയമായ സദസ്സും ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം നടക്കുന്ന പ്രൗഢമായ സമാപന സമ്മേളനത്തിൽ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രൗഢോജ്വല പ്രഭാഷകൻ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന പ്രൗഢമായ വേദിയൊക്കെ ഇവിടെ വരാനിരിക്കുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ ആശയവും ആദർശവും സമസ്തയുടെ നിലപാടുകളും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ധാരാളം ഹാഫിളീങ്ങളായ മക്കൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ശരീഅത്ത് കോളേജിലും നമ്മുടെ മക്കൾ ദീനിയായ, നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ദീനീ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾക്ക് ഹിഫ്ള് പൂർത്തിയാക്കാനും അവരെ പണ്ഡിതകളാക്കി വളർത്തിക്കൊണ്ടുവരാനും ഹാഫിളത്തുകളെ ഈ ഉമ്മത്തിന് സമർപ്പിക്കാനും വേണ്ടി മറ്റൊരു മഹത്തായ സ്ഥാപനത്തിൻ്റെ നിർമ്മാണം അതിന് ആരംഭം കുറിച്ച് അങ്ങനെ ഈ ഉമ്മത്തിന് വേണ്ടി മഹത്തായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി വളർന്നു വരുന്ന തലമുറയിൽ അടുത്ത നൂറ്റാണ്ടിലേക്ക് പണ്ഡിതന്മാരെ, പണ്ഡിതകളെ വളർത്തിക്കൊണ്ടുവരിക എന്ന വളരെ വലിയൊരു ദൗത്യമാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ, ദാറുൽ ഖുർആൻ അക്കാഡമിയുടെ ചെയർമാൻ, ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ PT അബ്ദുറഹ്മാൻ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ചില സാങ്കേതികമായ പ്രയാസങ്ങളൊക്കെ കാരണം ഇന്നത്തെ പരിപാടിക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും ഒക്കെ എല്ലാ പ്രയാസങ്ങളും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. അവരുടെ മോള് ഹോസ്പിറ്റലിലാണ് എന്ന് അറിയിച്ചു. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പല രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ള ഒരു കാലമാണ്. അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളും മജ്ലിസുൻ നൂർ പോലെയുള്ള ആത്മീയമായ സദസ്സുകളും അതോടൊപ്പം നമ്മളൊക്കെ നടത്തുന്ന കൂട്ടപ്രാർത്ഥനയുമൊക്കെ. കാലാവസ്ഥ കാരണത്താലുള്ള പല പകർച്ചവ്യാധികളും വേനൽ കൊടുമ്പിരി കൊണ്ടുവരുന്ന ഒരു ഘട്ടമാണ്.
പല പകർച്ചവ്യാധികളൊക്കെ പല ഭാഗങ്ങളിലുമൊക്കെ ഉള്ള ഒരു ഘട്ടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ, മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാടുകളെയും ഈ നാടിനെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ നമ്മുടെ ആത്മീയ പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി, അതിനോടനുബന്ധമാണ് ഈ സംഗമം. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണമാണ് ഈ സെഷൻ കൊണ്ട് സംഘാടക സമിതി ലക്ഷ്യമിട്ടിട്ടുള്ളത്. സമസ്തയുടെ 100ാം വാർഷിക പ്രചരണം എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർകോട്ടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ കുണിയയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയല്ല ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളൊക്കെ. കാരണം ഇപ്പോ ട്രെയിനിന് സീറ്റ് കിട്ടാനില്ല, ഓരോ നാടുകളിൽ നിന്ന് ബസ് ഏൽപ്പിക്കാൻ ബസ്സുകൾ ലഭ്യമല്ല, അത്രയേറെ ജനങ്ങളൊക്കെ യാത്രക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. വരുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് അവിടെയുള്ള സൗകര്യം തികയുമോ എന്ന ആശങ്കയിലാണ് നമ്മുടെ നേതാക്കൾ. അപ്പൊ ആളുകൾ കുറവാകും, സമ്മേളനം ഒരു ചരിത്രമാവണം, ഇനിയും പ്രചാരണങ്ങൾ നടത്തണമെന്ന ലക്ഷ്യത്തോടുകൂടെയല്ല. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ സംഘാടക സമിതി, സ്വാഗത സംഘം കമ്മിറ്റി ചേർന്ന സമയത്ത്, പ്രചാരണ കമ്മിറ്റി ചേർന്ന സമയത്ത് ഉസ്താദുമാര് പറഞ്ഞു ഇനി പ്രചാരണങ്ങളൊന്നും വേണ്ട. അത് പറഞ്ഞത് സയ്യിദുൽ ഉലമയുടെ ശതാബ്ദി സന്ദേശ യാത്ര കഴിഞ്ഞ മാസം 29-ാം തീയതി മംഗലാപുരത്ത് സമാപിച്ച് അതിനെ തുടർന്ന് ഉടനെ ചേർന്ന പ്രചാരണ സമിതി യോഗത്തിലാണ് ഉസ്താദുമാർ അങ്ങനെ നിർദ്ദേശിച്ചത്. കാരണം ഇനി പ്രചാരണങ്ങൾക്ക് ആവശ്യമില്ല, പ്രചാരണങ്ങളൊക്കെ എല്ലായിടത്തും എത്തിച്ചേർന്നു. പക്ഷെ എന്നാലും നമ്മുടെ നേതാക്കൾ, നമ്മുടെ സംഘാടകർ ഉസ്താദുമാരോട് ആവശ്യപ്പെട്ടു, സമ്മേളനത്തിലേക്ക് ആളെ കൂട്ടാനല്ല ഇനിയുള്ള പ്രചാരണങ്ങൾ, നമ്മുടെ സന്ദേശം, നമ്മുടെ പ്രമേയം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിന് പ്രചരണ സമ്മേളനങ്ങളും പദയാത്രകളും വാഹന പ്രചരണങ്ങളും ഒക്കെ നടക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞപ്പോ, പ്രത്യേകിച്ച് സഹോദരിമാരിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, മറ്റുള്ള മതവിശ്വാസികൾക്കിടയിലേക്ക്, അവരിലേക്കൊക്കെ സമസ്തയുടെ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പ്രചാരണ സമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ സന്ദേശം അത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക, സമസ്തയുടെ ചരിത്രം അത് പുതിയ തലമുറക്ക് പകർന്നു നൽകുക, അതാണല്ലോ ഏറ്റവും വലിയ ദൗത്യം. 100 വർഷം എന്നത് ചെറിയ ഒരു ചരിത്രമല്ല. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഈ നേടിയെടുത്ത ഈ അത്ഭുതകരമായ നേട്ടങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ കഠിനാധ്വാനം ചെയ്ത് നമുക്കുണ്ടാക്കി തന്ന ഈ ഇസ്സത്താണ്, ഈ അസ്തിത്വമാണ്, ഈ വളരെ വലിയൊരു മുന്നേറ്റമാണ്. മതവിദ്യാഭ്യാസ രംഗത്ത്, മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ രംഗത്ത്, മതപരമായ നിലപാടുകളിൽ, മതപരമായ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങുമില്ലാത്ത വിധം ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കർമ്മങ്ങളിലും വിശ്വാസത്തിലും അവരുടെ മതപരമായ ചിട്ടകളിലും ഇത്ര വലിയ സൂക്ഷ്മത പുലർത്താൻ എന്തേ കാരണം? മറ്റു രാജ്യങ്ങളിലും മറ്റു നാടുകളിലൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം, അറബ് രാജ്യങ്ങളിൽ ഉള്ള അവരുടെ സംസ്കാരങ്ങളിൽ പോലും നമ്മൾ കാണുന്നത് മതപരമായ സൂക്ഷ്മതക്കുറവ്. കാരണം മതപരമായ അവബോധമില്ലാത്തത് കൊണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലോ, നമ്മുടെ ഉമ്മമാര്
നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹോദരിമാര് നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ പാലിക്കുന്ന ചിട്ടകൾ, ഓരോ കാര്യത്തിലുമുള്ള മസ്അലകൾ, അത് ആ മസ്അലകൾക്കനുസരിച്ച് ഇബാദത്തുകൾ ചിട്ടപ്പെടുത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഉണ്ടാകുന്നത്. ഏതെങ്കിലും വിഷയത്തിലൊരു സംശയം വന്നാൽ ആ സംശയം തീർത്തതിനു ശേഷം ആ കർമ്മവുമായി മുന്നോട്ട് പോവുക. ഇബാദത്തുകളിൽ, നിസ്കാരത്തിൽ, നോമ്പിൽ, ഖുർആൻ പാരായണത്തിൽ, ഓരോ അമലുകളിൽ, ഓരോ ഇടപാടുകളിൽ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ പോലും ആ നിയമങ്ങളും ചിട്ടകളും ആദാബുകളും പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനതയെ ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത്, ഒരു ബഹുസ്വര രാജ്യത്ത്, ഈ കേരളത്തിൽ വാർത്തെടുക്കാൻ സാധിച്ചു എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് ആളുകൾ, 100-200ഓളം വരുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി, അവിടെ ആ പള്ളി, അതിന്റെ ഉള്ളിൽ ഒരു പള്ളിയുണ്ട്, കമ്പനിയുടെ ഉള്ളിൽ. തൊഴിലാളികൾ, ലേബർമാർ, ഞങ്ങളൊക്കെ അവിടെയാണ് നിസ്കരിക്കാറുള്ളത്. ഞാനാണ് അവിടെ ഇമാമ നിൽക്കാറുള്ളത്. ശമ്പളത്തിന് ഇമാമായി നിശ്ചയിച്ചത് കൊണ്ടല്ല. അവിടെ ഈജിപ്തുകാരുണ്ട്, സിറിയക്കാരുണ്ട്, ബംഗാളികളുണ്ട്, പാകിസ്ഥാനുകാരുണ്ട്, ഫലസ്തീനികളുണ്ട്, പല രാജ്യത്തുള്ള ആളുകൾ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ കൂട്ടത്തില് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, അതിന്റെ മസ്അലകളും നിയമങ്ങളും ഒക്കെ അറിയുന്ന കാര്യത്തിൽ എല്ലാവരും കൂടെ എന്നെയാണ് ഇമാമത്ത് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചത് എന്ന് അദ്ദേഹം, ഒരു സാധാരണക്കാരൻ, പറയുകയാണ്. ഹജ്ജിന് പോയ ഒരു അനുഭവം മറ്റൊരു സുഹൃത്ത് പങ്കുവച്ചു. മക്കയിലും മദീനയിലുമൊക്കെ ഓരോ അറബികളുടെ മജ്‌ലിസുകൾ കാണാറുണ്ട്. ആ മജ്‌ലിസുകളിൽ വലിയ മഹാപണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ ആഴത്തിലുള്ള കിതാബോത്ത് നടക്കുന്ന സദസ്സുകളുണ്ട്, ദർസുകളുണ്ട്. അതോടൊപ്പം തജ്വീദിന്റെ ക്ലാസുകൾ ഉണ്ടാവാറുണ്ട്, ഹദീസിന്റെ ക്ലാസ്, തഫ്സീറിന്റെ ക്ലാസ്, ഫിഖഹിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു തൂണഞ്ചാരി, ഒരു ഷെയ്ഖ് ഇരിക്കുന്നു, കുറെ ആളുകൾ വട്ടം കൂടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഖുർആനോത്ത് പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന പല നാട്ടുകാരുണ്ട്, ഹജ്ജിന് വന്നവരാ. അവരെ കൊണ്ട്, ഇരുന്ന ആളുകളെ കൊണ്ട് ഫാത്തിഹ ഓദിക്കുകയാണ്. പല രാജ്യക്കാർ, അവരൊക്കെ ഫാത്തിഹ ഓതി. കൂട്ടത്തിൽ ഈ മലയാളിയായ സാധാരണക്കാരൻ, അയാളെ കൊണ്ടും ഫാത്തിഹ ഓദിച്ചു. അയാൾ ഫാത്തിഹ ഓതി. ഈ അറബിക്ക് വല്ലാത്ത സന്തോഷമായി. ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു. മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇദ്ദേഹം ഓതുന്നത് 3-4 തവണ ഈ മലയാളിയായ മനുഷ്യന്റെ ഫാത്തിഹ അത് ഓദിപ്പിക്കുകയും മറ്റുള്ളവരോട് ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടത്. നിങ്ങൾ ഏത് രാജ്യക്കാരനാ? ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരനോ? ഇത്ര മനോഹരമായി നിങ്ങൾ എങ്ങനെയാണ് ഫാത്തിഹ പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാടുകളിൽ മദ്രസകളുണ്ട്, 10,000-ലധികം മദ്രസ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഒരു പ്രസ്ഥാനം, ഉസ്താദുമാരുടെ സംഘടനയുണ്ട്. അതിന്റെ കീഴിൽ മദ്രസകളുണ്ട്. ആ മദ്രസകളിൽ ഞങ്ങളെ എല്ലാ നാട്ടുകാർക്കും, കുട്ടികൾക്കും ഖുർആൻ ഓതാനും തജ്വീദിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും മസ്അലകളും വിശ്വാസകാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സിലബസ് ഉണ്ട്. അത്യാവശ്യം അറബി സംസാരിക്കാൻ അറിയുന്ന അദ്ദേഹം, ഗൾഫിലൊക്കെ ജോലി ചെയ്ത അദ്ദേഹം വാചാലമായി പറഞ്ഞപ്പോ അറബികൾ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത എന്ന നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഈ ഇസ്സത്താണെന്ന് അതിന് കാരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. 11,090 മദ്രസകൾ ചെറിയ കാര്യമാണോ? ലോകത്ത് ഗവൺമെന്റുകളുടെ സഹായമില്ലാതെ, മറ്റുള്ള സാമ്പത്തികമായ സ്രോതസ്സുകളൊന്നുമില്ലാതെ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, കേരളത്തിന്റെ ഈ പച്ചത്തുരുത്തിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമസ്ത, ആ സമസ്തയുടെ കീഴിൽ 11,090 മദ്രസകളുണ്ട്, 572 റേഞ്ചുകളുണ്ട്, 1,04,000-ലധികം വരുന്ന ഉസ്താദുമാരുണ്ട്, വിപുലമായ സംവിധാനങ്ങളുണ്ട്. 77 ലക്ഷം കുട്ടികൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഇന്നലെയും ഇന്നുമായി ഏറെക്കുറെ 2.5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ പൊതുപരീക്ഷ എഴുതി.
അതിന്റെ കൗതുകം നമ്മൾ അനുഭവിക്കുകയല്ലേ? വളരെ കെട്ടുറപ്പോടെ കെട്ടുമട്ടോടെ വളരെ മനോഹരമായ രൂപത്തിലുള്ള പൊതുപരീക്ഷ, അത് ഈ 2 ദിവസത്തെ ഈ വർഷത്തെ പൊതുപരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉസ്താദുമാരൊക്കെ അതിന്റെ പേപ്പറുകൾ ശേഖരിച്ച് അതിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ആ തിരക്കിലാണിപ്പോ. ഇത്ര ചിട്ടവട്ടത്തോടുകൂടെ നടന്നു വരുന്ന ഒരു സംവിധാനം ഇതുണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ പറയും, ഇത് പറയുമ്പോ അതൊക്കെ പഴയ കാലത്ത് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കി തന്നതല്ലേ. പഴയ കാലത്ത് മാത്രമല്ല, ഈ പുതിയ കാലഘട്ടത്തിലും ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 1300-ലധികം വരുന്ന മദ്രസകൾ പുതിയതായി സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 145 പുതിയ റേഞ്ചുകൾ കടന്നു വന്നു. 5 കൊല്ലം മുമ്പ് 427 റേഞ്ചുകളാ, ഇപ്പൊ അത് 572. 145 പുതിയ റേഞ്ചുകൾ ഉണ്ടായി. ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റേഞ്ചിന്റെ കീഴിൽ 15ഉം 20ഉം 25ഉം 30ഉം ഒക്കെ മദ്രസകൾ ഉണ്ടാകും. അങ്ങനെയുള്ള പുതിയ 145 റേഞ്ച് സംവിധാനങ്ങൾ കടന്നു വന്നു. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ പ്രസിഡന്റും ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ ഇപ്പോഴുള്ള ഈ സമസ്തയുടെ കീഴിൽ സയ്യിദുൽ ഉലമയെയും ഷെയ്ഖുൽ ജാമിയയെയും നമ്മുടെ ഉസ്താദുമാരെയും വിശ്വസിച്ചുകൊണ്ടാണ് ഉമ്മത്ത് ഈ പുതിയ 1300 മദ്രസകൾ ഉണ്ടാക്കി. കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്കാ പറഞ്ഞത്. സയ്യിദുൽ ഉലമ പ്രസിഡന്റായിട്ട് 9 കൊല്ലമായി. ഷെയ്ഖുൽ ജാമിയ ജനറൽ സെക്രട്ടറി ആയിട്ട് അതിനേക്കാൾ കൂടുതൽ കൊല്ലമായി. ഈ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണിതെല്ലാം? ഈ കണക്കുകളൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ആളുകളാവാനല്ല. ഒരു കാര്യം, ഇതിന്റെയൊക്കെ ഏറ്റവും പരമമായ ലക്ഷ്യം നമുക്ക് നമ്മുടെ പരലോകത്ത് ഇതുകൊണ്ടൊക്കെ ഉപകാരമുണ്ടാവണം. പരലോകം വിജയിക്കാൻ കഴിയണം. നമ്മുടെ ആഖിബത്ത് നന്നാവണം. നല്ല മരണം നമുക്ക് ലഭിക്കണം. അതിനാ നമ്മൾ സമസ്ത പറയുന്നത്. അതിനാണ് നമ്മൾ സമസ്തക്കാരായത്. അതിനാണ് സമസ്തയുടെ ഈ ത്രിവർണ പതാക നമ്മൾ ഇടനെഞ്ചോട് ചേർത്ത് വെച്ചത്. കാരണം ആ പതാകയിലുള്ള ഒരു പച്ചപ്പുണ്ട്. ആ പച്ചപ്പ് ആത്മീയതയുടെ പച്ചപ്പാണ്. ദൃഢവിശ്വാസത്തിന്റെ ദൃഢതയുടെ പച്ചപ്പാണ്. അതിൽ കാണുന്ന ആ വെളുപ്പ്, അത് സത്യസന്ധതയുടെ വൈജ്ഞാനിക നിലാവെളിച്ചത്തിന്റെ നൂറാനിയത്തിന്റെ വെളുപ്പാണ്. സത്യസന്ധതയുടെ വെളുപ്പാണ്. അതിലെ മാന്തളിർ വർണ്ണം അടുത്ത തലമുറയിലേക്ക് ഈ ആശയവും ആദർശവും ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ള നവത്വത്തിന്റെ, പുതുമയുടെ, ഊർജ്ജസ്വലതയുടെ അടയാളപ്പെടുത്തലാണ്. അവിടെ അടയാളപ്പെടുത്തിയ മദീന മുനവ്വറ, ആ പരിശുദ്ധമായപ്പെട്ട ഖുബ്ബ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബിന്റെയും ഇഷ്കിന്റെയും അടയാളപ്പെടുത്തലാണ്. ചന്ദ്രക്കലയും നക്ഷത്രവും ഈ ഉമ്മത്തിന് വെളിച്ചം നൽകാനും ദിശാബോധം നൽകാനുമുള്ള അടയാളപ്പെടുത്തലാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കും അതേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ബഹുമാനികളെ, ഈ മഹാന്മാരായ നേതാക്കൾ അവരുടെ വഴി എന്താണ്? ഈ ആത്മീയതയുടെ വഴി, ഈ വിശ്വാസത്തിന്റെ വഴി, ആദർശത്തിന്റെ വഴി, സത്യസന്ധതയുടെ വഴി, വിജ്ഞാനത്തിന്റെ വഴി, അറിവിന്റെ വഴി, മുത്തുനബിയോടുള്ള ഹുബ്ബിന്റെ വഴി, ഈ ഉമ്മത്തിന് ദിശാബോധം കാണിക്കുന്ന ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ നേരായ വഴി. ആ വഴിയുടെ നിലനിൽക്കണം. ആ വഴിയിലൂടെ ജീവിച്ചാലേ നമുക്ക് ആഖിബത്ത് നന്നായി മരണപ്പെടാൻ കഴിയൂ. അതല്ലേ നമ്മുടെ അനുഭവം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിൽ നിന്ന് ഏറ്റവും അവസാനം മരണപ്പെട്ടു പോയ മഹാനാണ് കാസർകോട്ടെ മൊഗ്രാലിലെ സമസ്തയുടെ കേന്ദ്ര മുശാവറയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശൈഖുന UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ റജബ് മാസത്തിൽ തിങ്കളാഴ്ച രാവിൽ, റജബ് മാസം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. റജബുൻ ഷഹറുല്ലാഹിൽ അസബ് തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ ബറായ.
അള്ളാഹുവിന്റെ മാസമാണ്, ബറക്കത്തിന്റെ മാസമാണ്. ഈ മാസം ഏറ്റവും ഹുറുമത്തുള്ള മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 4 മാസത്തിൽപ്പെട്ട ഒന്നല്ലേ റജബ്. പല മഹാന്മാരും ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ റജബ് മാസത്തിൽ എന്നെ മരിപ്പിക്കണേ. കാരണം റജബ് അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമാണ്. ആ റജബിലാണ് ശൈഖുനാ യുഎം ഉസ്താദ് വഫാത്താകുന്നത്. അത് മാത്രമല്ല, തിങ്കളാഴ്ച രാവ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാര് പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസി തിങ്കളാഴ്ച രാവിലോ പകലിലോ വഫാത്തായാൽ അത് ഏറ്റവും നല്ല സൗഭാഗ്യത്തിന്റെ അടയാളമാണ്, നല്ല മരണത്തിന്റെ അടയാളമാണ്. റജബിലാണ് വഫാത്താകുന്നത്, തിങ്കളാഴ്ച രാവിലാണ് വഫാത്താകുന്നത്. മക്കൾ കൊടുത്ത സംസം കുടിച്ചു, അവര് ചൊല്ലിക്കൊടുത്ത കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലവട്ടം ചൊല്ലിയിട്ടാണ് ശൈഖുനാ യുഎം ഉസ്താദ് ഈ ലോകത്തോട് കണ്ണടച്ചു പോയത്. അതാണ് സമസ്തയുടെ വഴി. ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയാറില്ലേ? അവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് അങ്ങനെയുള്ള നല്ല മരണങ്ങളായിരുന്നില്ലേ? വആഖിറു അൽഫാദിൽ അദാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറ അല്ലതി ലം തുആഖബി. അവസാനത്തെ രാത്രിയും ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു ശൈഖുനാ ശംസുൽ ഉലമ. ആ വുളൂഓടുകൂടെയാണ് വഫാത്താകുന്നത്. കൂടെയുള്ളവർ മരണത്തിന്റെ അടയാളം കണ്ടപ്പോ യാസീൻ ഓതി പൂർത്തിയായി. ബാങ്കുലി കേട്ടു, സുബഹി ബാങ്ക്, റബീഉൽ ആഖിറിലെ തിങ്കളാഴ്ച രാവിലെ സുബയുടെ ബാങ്ക്. അതിന് മറുപടി പറയുകയാണ് ശംസുൽ ഉലമ. അവസാനത്തെ കലിമ, ബാങ്കിന്റെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ജവാബ് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ കാലുകൾ ചേർത്ത് പിടിക്കുന്നു, കൈകൾ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നു, തസ്ബീഹ് മാല കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, ചുണ്ടുകൾ കൂട്ടിപ്പിടിക്കുന്നു, കണ്ണടക്കുന്നു, പുഞ്ചിരിയോടെ ഒരു ഉറക്കം പോലെ, മരണത്തിന്റെ ഒരു പടച്ചലോ ഒരു വെപ്രാളമോ ഒന്നുമില്ലാതെ ശാന്തമായ മരണം. അതായിരുന്നില്ലേ ശംസുൽ ഉലമയുടെ മരണം? മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത്, മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലായി പലവട്ടം കണ്ട മഹാനാണ്. സൈനുൽ ഉലമ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞിരുന്നു, എനിക്കൊരു നിധി കിട്ടി. എന്താണ് ആ നിധി? ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാസത്ത് കിട്ടിയതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദർ അൽഅദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ആ സ്വലാത്ത് ഖാദിരിയ ത്വരീഖത്തിന്റെ ഒരു ശൈഖ് മഹാനായ കണ്ണിയത്തോർക്ക് കൊടുത്ത ഇജാസത്താണ്. അതിന്റെ ഉപകാരം, അതിന്റെ 3 നേട്ടങ്ങൾ പറഞ്ഞത്: ഒന്ന്, മരിക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബിയെ കാണാം. അള്ളാന്റെ റസൂലിന്റെ ജമാലിയത്തും ജലാലിയത്തും ആ പുണ്യ പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നതാണത്. അത് മാത്രമല്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് ഇമാമ നിന്നുകൊണ്ടുള്ള മയ്യത്ത് നിസ്കാരം ലഭിക്കും. 3-ാമത്തെ നേട്ടം, ഖബറടക്കം കഴിയുന്നതുവരെ ഹബീബായ മുത്തുനബിയുടെ ഹുളൂർ അവിടെ ഉണ്ടാകും. അത്ര വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ്. അതിന്റെ ഇജാസത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി. ആ ജനാസ കണ്ട്, ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത്, ഖബറടക്കത്തിലൊക്കെ പങ്കെടുത്ത സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട്, മഹാനായ ശൈഖുനാ ആഗ്രഹിച്ച ആ 3 നേട്ടങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിട്ടുള്ളത് നേടിയെടുത്തിട്ടാണ് മഹാനുഭാവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത്. സമസ്ത ആത്മീയതയുടെ വഴിയാണ്. അത് മുത്തുനബിയോടുള്ള മഹബത്തിന്റെ വഴിയാണ്. അതിനാണ് മദീനയിലെ ഖുബ്ബ നമ്മുടെ പതാകയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ അറിയണം സഹോദരങ്ങളെ, ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ബഹുമാനപ്പെട്ട അല്ലാമ അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു. ഞാനും മുസ്തഫ മൗലവിയൊക്കെ അവിടെ പോയി സിയാറത്തിന് പോയിട്ടുണ്ട്. അല്ലാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ആശിഖുർ റസൂൽ, മുത്തുനബിക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ മഹാനാണ്.
മുത്തുനബിയോട് വലിയ മഹബത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് പാട്ട് പാടുകയാണ്. കുല്ലു ബൈത്തിൻ അന്ത സാകിനു ഗൈറു മുഹ്താജിൻ ഇലസ്സുറുജി വജ്ഹുകൽ മഅമൂലു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹുജജി. അള്ളാന്റെ റസൂലേ, അങ്ങന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയോ? ഇതെപ്പോഴാ പറയുന്നത്? മുത്തുനബി വഫാത്തായി പോയി എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മദീന മുനവ്വറയിലാണ് അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബൂബക്കർ ശിബിലി തങ്ങൾ ബഗ്ദാദിലാണ്. മഹാനവറുകൾ മരിക്കാൻ കിടക്കുമ്പോ കാണുന്നത് മുത്തുനബിയെയാണ്. മുത്തുനബി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാന്റെ റസൂലെ, ഒരു സൗകര്യവുമില്ലാത്ത ഈ കൊച്ചു കൂരയിലേക്കാണോ അങ്ങ് കടന്നു വന്നത്? അള്ളാന്റെ റസൂലിന് മർഹബ പറയുകയാണ്, മർഹബ പാടുകയാണ്, മുത്തുനബിയെ സ്വീകരിക്കുകയാണ്. നബിയേ, അങ്ങ് കടന്നു വന്നപ്പോ എന്തൊരു വെളിച്ചം! അങ്ങൊരു വീട്ടിൽ വന്നാൽ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ലല്ലോ നബിയേ. എന്തൊരു പ്രഭയാണ്, ഒരു പ്രകാശമാണ്, എന്തൊരു മുഖലാവണ്യമാണ് അങ്ങയുടെ ഈ വെട്ടിത്തിളങ്ങുന്ന മനോരമായ ലംഘിത്തിളങ്ങുന്ന ഈ പൂമുഖമാണ് നബിയേ. നാളെ പരലോകത്ത് ഞങ്ങളുടെ ഹുജ്ജത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, രണ്ട് കലിമയും ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് അല്ലാമ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു. വഫാത്തിന്റെ സമയത്ത് മുത്തുനബിയെ കണ്ട എത്രയെത്ര മഹാരഥന്മാർ! മഹാനായ ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ്, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ചെറുവാളൂർ ഹൈദ്രൂസ് മുസ്ലിയാർ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ദുആ മജ്ലിസുകൾക്ക് വന്നിരുന്ന മഹാനാണ്. തൃശൂർ ജില്ലയിലെ ദാറു തഖ്വ എന്ന മഹത്തായ സ്ഥാപനത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യനാണ്. മഹാനവറുകളുടെ ശൈഖ് ശംസുൽ ഉലമയാണ്. 7 തവണയാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടത്. 7 തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട മഹാന. സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായിരുന്നു. തൃശൂർ ജില്ലാ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. മഹാനായ ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ് 10ലധികം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഏത് നാട്ടിൽ എന്ത് പരിപാടിക്ക് ചെന്നാലും ബഹുമാനപ്പെട്ട ശൈഖുനാ എന്തിനാണ് ആ പരിപാടി അന്വേഷിക്കും. അപ്പോ പലപ്പോഴും പിരിവുണ്ടാവും, മദ്രസക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന്. മഹാനായ ശൈഖുനാ ദുആ ചെയ്യും. ആ ദുആ മജ്ലിസൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് കൊടുക്കും ഒരു കവറ്. 5000 രൂപ, 10000 രൂപയൊക്കെ സംഭാവന. ഇതിനു വേണ്ടി? പള്ളിപ്പണിക്ക്, മദ്രസാ പണിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പിരിവിന്റെ കാര്യത്തിന്. സ്റ്റേജിൽ പറയാനല്ല, അതിനാണ് പോകുന്ന സമയത്ത് കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് സംഭാവന കൊടുക്കുക. മരണത്തിന്റെ തൊട്ട് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, നമ്മുടെ പൊട്ടച്ചിറ അൻവരിയ, വല്ലപ്പുഴ ദാറുന്നജാത്ത്, വല്ലപ്പുഴ യതീംഖാന, അതേപോലെ പട്ടിക്കാട് ജാമിയ നൂരിയ, ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ് വന്നു. എന്നിട്ട് ആ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. ഉസ്താദ് വന്ന് ഏത് ഭക്ഷണം കുട്ടികൾക്ക് വേണ്ട? സാധാരണ കിട്ടാത്ത ഭക്ഷണം എന്താ? ആട് ബിരിയാണിയാണോ? ഒന്ന് ആട് ബിരിയാണി, അല്ലെങ്കിൽ മന്തിയാണോ? എന്താ വേണ്ടത്? ഏറ്റവും നല്ല ഭക്ഷണം ആ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് സ്വകാര്യമായി പലരോടും പറഞ്ഞിരുന്നു, എനിക്ക് പോകാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മുത്തഅല്ലിമീങ്ങളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങൾക്ക് സ്വതക്ക കൊടുത്ത്, സമ്പാദ്യം കിട്ടിയത് മുഴുവനും അങ്ങനെ സ്വതക്ക ചെയ്ത് അങ്ങനെ ഒരു വലിയ മഹാനായിരുന്നു മഹാനായ ചെറുവാളൂർ ഉസ്താദ്. എങ്ങനെയാ മഹാനുഭാവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത്? ആ ജനാസ പുഞ്ചിരിച്ച് നിറഞ്ഞ ചിരിയോടെ, ചിരിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചിരിച്ചിട്ടാണ് ആ ജനാസ കടന്നിരുന്നത്? ആ ജനാസ കണ്ട ആളുകൾക്ക് അറിയൂലേ എന്തൊരു നിറഞ്ഞ പുഞ്ചിരിയോടെ, നല്ല റാഹത്തോടുകൂടെയുള്ള മരണം. ഇതല്ലേ നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ എത്ര പറഞ്ഞാൽ തീരുവോ? ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ. മഹാനായ മേലാറ്റൂർ കുഞ്ഞാണി ഉസ്താദ് സമസ്തയുടെ മുശാവറാംഗമായിരുന്നു.
സമസ്തയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പട്ടിക്കാട് ജാമിയയിൽ ശമ്പളം വാങ്ങാതെ കുട്ടികൾക്ക് ദർസ് നടത്തിയ മഹാനായിരുന്നു. മഹാനായ കുഞ്ഞാണി ഉസ്താദ് വഫാത്തായത് മുഹറം 10 രാവ്, ആശൂറയുടെ രാവ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന 15 രാത്രികളുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന 15 രാത്രികളുണ്ട്. അതിൽ 6 രാത്രികൾ റമദാനിലാണ്. റമദാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 21-ാം രാവ്, 23-ാം രാവ്, 25, 27, 29 രാവുകൾ, 17-ാം രാവും. ഇങ്ങനെ റമദാനിലെ 6 രാത്രികളും, പിന്നെ റജബിലെ 1-ാം രാവ്, റജബിലെ 27-ാം രാവ്, റജബിലെ 15-ാം രാവ്, അതേപോലെ ബറാഅത്ത് രാവ്, ശഅബാനിലെ 15-ാം രാവ്, മുഹറം 1-ാം രാവ്, മുഹറം 10-ന്റെ രാവ്, അതോടൊപ്പം തന്നെ പെരുന്നാളിന്റെ രാവുകൾ, അറഫയുടെ രാവ്, ഇങ്ങനെയുള്ള മൊത്തം 15 രാവുകളെ കുറിച്ച് ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളാണ്, ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന രാത്രിയാണ്. അങ്ങനത്തെ ഒരു രാത്രിയാ മുഹറം 10-ന്റെ രാവ്. കുഞ്ഞാണി ഉസ്താദ് വഫാത്തായത് പിറ്റേ ദിവസം മുഹറം 10-ന്റെ നോമ്പാ. നമ്മളൊക്കെ പല ആളുകളും അങ്ങോട്ട് ആ ജനാസ അവസാനം ഒന്ന് കാണാനും ജനാസ നിസ്കരിക്കാനും ജനലക്ഷങ്ങൾ സമസ്തക്കാർ അങ്ങോട്ട് ഒഴുകിയത് നോമ്പുകാരാ. എത്ര വലിയ സൗഭാഗ്യമാണ്, എന്തൊരു നല്ല മരണമാണ്. മക്കളും കുടുംബങ്ങളൊക്കെ പറഞ്ഞു ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടാണ് വഫാത്തായത്. ശൈഖുനാ വഫാത്തായപ്പോൾ ഒരു ഡയറി കണ്ടെടുത്തു മരിച്ചതിന് ശേഷം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ ഒരു നാരിയത്ത് സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ ആദ്യമായി മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടത് അവ്വലുമാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഞാൻ മുത്തുനബിയെ ആദ്യം സ്വപ്നത്തിൽ കണ്ടത് വെല്ലൂര് ബാഖിയാത്തിൽ പഠിക്കുന്ന കാലത്താണ്. എത്രയായിരിക്കും പ്രായം? ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന്റെ പ്രായം എത്രയായിരിക്കും? ഒരു 22ഓ 23ഓ അല്ലേ, ഒരു 24ഓ ഒക്കെ വയസ്സ്. ആ പ്രായത്തിലാണ് വെല്ലൂരിൽ ബാഖിയാത്തിൽ പഠിക്കുന്ന കാലത്ത് ആദ്യം മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടത്. പിന്നെ റസൂലുള്ളാഹിനെ കണ്ടു, 4 വട്ടം കണ്ടു. ഓരോന്നും എഴുതി വച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ സുഗന്ധം അനുഭവിച്ചത്, ആ വെട്ടിത്തിളങ്ങുന്ന പൂമുഖം കണ്ടത്, അള്ളാന്റെ റസൂല് വസിയ്യത്ത് ചെയ്തത്, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനം കണ്ടപ്പോ ആ കൈയൊന്ന് മുത്തണം എന്ന് പറഞ്ഞപ്പോ മുത്തുനബി നീട്ടിക്കൊടുത്തു. മുത്തുനബിയുടെ കൈ മുത്തിയത് സമസ്തയുടെ മുശാവറ അംഗമാണ് അനുഭവം രേഖപ്പെടുത്തി വെച്ചത്. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആർക്കും അറിയുമായിരുന്നില്ല, ആരോടും പറഞ്ഞിരുന്നില്ല. വഫാത്തിന് ശേഷമാണ് ഈ ഡയറി കണ്ടെടുക്കപ്പെടുന്നത്. ഇതിനാണ് സഹോദരങ്ങളെ നമ്മൾ സമസ്തക്കാരായത്. മറ്റാരെയും വെല്ലുവിളിക്കാനല്ല, ആരെയും തോൽപ്പിക്കാനല്ല. നമുക്ക് നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം, നമുക്ക് എല്ലാ സ്വലാത്തുകളും ചൊല്ലണം, നമുക്ക് മൗലിദ് ഓതണം, മജ്ലിസുൻ നൂർ നടത്തണം, ഹദ്ദാദ് ചൊല്ലണം, നമുക്ക് ഖതമുൽ ഖുർആനുകൾ നടത്തണം, യാസീൻ ഓതണം, അൽ ഫാത്തിഹ വിളിക്കണം, ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. മഹാന്മാരായ ഉസ്താദുമാര്, സാദാത്തുക്കള്, നേതാക്കളൊക്കെ നേതൃത്വം നൽകുന്ന മജ്ലിസുകളിൽ പങ്കെടുക്കണം. സ്വലാത്തിന്റെയും ദിക്റിന്റെയും ഒക്കെ സദസ്സിൽ പങ്കെടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങളിവിടെ ഉണ്ടല്ലോ, തങ്ങളുപ്പാപ്പ നടത്തുന്ന സ്വലാത്തിന്റെ മജ്ലിസുണ്ട്, അവിടെയൊക്കെ നമ്മളൊക്കെ പോകാറുണ്ട്. പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. നമ്മൾ അവരെ സ്നേഹിക്കുന്ന മുത്തുനബിയുടെ അഹ്ലു ബൈത്തിനെ, ഇത് സുന്നികളുടെ വഴിയാ. ഔലിയാക്കളെ സ്നേഹിക്കുക, മഹാന്മാരായ തങ്ങന്മാരെ ഇഷ്ടപ്പെടുക, ഖുത്ബീങ്ങളെയും ഗൗസിങ്ങളെയും മഹാന്മാരായ ഔലിയാക്കളെ എല്ലാ നിലയിലും ഇഷ്ടപ്പെടുക. ഈ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ പി ടി അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധങ്ങൾ, മഹാന്മാര് ആത്മീയ രംഗത്തുള്ള സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം, മശായിഖന്മാരുമായിട്ടുള്ള ബന്ധം, അതിന്റെ പേരിലാണ് അഹ്മദുൽ ബദവി തങ്ങളുടെ നാമധേയത്തിലുള്ള ശരീഅത്ത് കോളേജ് ഇവിടെ തുടക്കം കുറിച്ച് ഇൻഷാ അല്ലാഹ് വിപുലമായ പദ്ധതികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇതൊരു വലിയ ബറക്കത്താണ്. മഹാന്മാരെ അനുസ്മരിക്കുന്നത്, അവരെ ഇഷ്ടപ്പെടുന്നത്, അവരെ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്,
ഇതിനല്ലേ നമ്മൾ സമസ്തക്കാരായത്? ഇവിടുത്തെ ബിദ്അത്തുകാരോ ഇവിടുത്തെ പുത്തനാശയക്കാരോ അവര് പറയുന്നത് തങ്ങന്മാര് തന്നെ ഇല്ല എന്ന് പറയുന്നവരല്ലേ അവര്? തങ്ങന്മാര് കർബലയോടുകൂടെ അവസാനിച്ചു എന്ന അവരുടെ വാദം. എന്തിന്? അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങന്മാരുണ്ടാവാൻ പാടില്ല, ഔലിയാക്കൾ ഉണ്ടാകാൻ പാടില്ല, ഖുതുബികളും ഔസിങ്ങളും മഹാന്മാരും ഉണ്ടാവാൻ പാടില്ല, കറാമത്തുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല, ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സാധാരണക്കാരനാണ് എന്ന് പറയുന്നവരല്ലേ അവര്? എന്താണ് ആത്മീയത? ആത്മീയമായി ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ആരെയും ബഹുമാനിക്കാതെ അവരെയൊക്കെ നിന്ദിക്കുക, താറടിക്കുക, ഇതാണോ ദീൻ? ഇത് ബിദ്അത്ത് പഠിപ്പിക്കുന്ന ദുരാചാരങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്തിനാണ് അവർക്ക് മുത്തുനബിയുടെ അഹ്ലുബൈത്തിനോട് ഇത്ര വലിയ ദേഷ്യം? മാറി മാറി ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താ? എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഓരോ സംഘടനകളുടെ പേരോ അല്ലെങ്കിൽ അത് പറഞ്ഞ ആളുകളുടെ പേരോ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തങ്ങന്മാരുടെ കൈ മുത്തുകയല്ല വേണ്ടത്, അവരുടെ കൈ ഛേദിച്ചു കളയുകയാണ് വേണ്ടത് എന്ന് പേന ഉന്തിയ ബിദ്അത്തുകാര് നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ചു വന്നതാണത്. മഹാന്മാരായ അഹ്ലു ബൈത്തിനെ തങ്ങന്മാർക്ക് അല്ലാഹുവിന്റെ റസൂലുമായി കുടുംബ ബന്ധമില്ല എന്ന് ഗീർവാണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, മഹാന്മാരായ അഹ്ലു ബൈത്തിനെ ആക്ഷേപിക്കുന്ന ആളുകൾ, തങ്ങന്മാരെ സയ്യിദ് എന്നും തങ്ങൾ എന്നും ഒക്കെ വിളിക്കുന്നത് പോലും അലർജിയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്താണ് നമുക്ക് ചിന്തിച്ച് മനസ്സിലാകുന്നില്ല. അവര് പറയുന്നത് എന്താ? ഔലിയാക്കളില്ല, ഖുത്ബ് അങ്ങനെ ഒരു പദവിയില്ല, ഗൗസ് അങ്ങനെ ഒരു പദവിയില്ല, ത്വരീഖത്ത്, ശൈഖ്, മുറബ്ബി, മുരീദ്, അവരെ ബയ്യത്ത് ചെയ്യല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും ഖുർആനിലും സുന്നത്തിലും ഇല്ല. ഇതല്ല അവരുടെ വാദം. മഹാന്മാരെയൊക്കെ നിഷേധിക്കുക, കളിയാക്കുക. അത് മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനോടൊക്കെ പുച്ഛം, ദേഷ്യം. ഇതല്ല ഇവരുടെ രീതി, ബിദ്അത്തുകാരന്റെ രീതി. ഏതെങ്കിലും ഒരു മജ്ലിസ് അൽ ഫാത്തിഹ എന്ന് വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല. യാസീൻ ഓതി ദുആ ചെയ്യാ എന്ന് കേട്ടാൽ അവർക്ക് വലിയ അലർജിയാണ്. അവിടെ ഖത്മുൽ ഖുർആൻ ഉണ്ട്, സഹിക്കൂല. അവിടെ ഖത്തപ്പുറയുണ്ട്, തീ കൊളുത്തണമെന്ന് അവര് പറയാ. നാരിയത്ത് സ്വലാത്ത് നരകത്തിലേക്കുള്ള സ്വലാത്താണ് എന്ന അവരുടെ വാദം. ഖുത്ബിയത്ത് നടക്കുന്ന പള്ളികൾ അമ്പലങ്ങളാണ്. ഖുത്ബിയത്തും ഹദ്ദാദും മജ്ലിസുൻ നൂറൊക്കെ നടത്തുന്ന പള്ളികൾ അമ്പലങ്ങളാണ്. അതിന് നേതൃത്വം നൽകുന്നവര് പൂജാരിമാരാ. ഇതൊക്കെ പറയുന്നത് ആരാ? ബിദ്അത്തുകാര്. നമുക്ക് ബിദ്അത്തുകാരാവാൻ കഴിയോ? അവരെ സ്നേഹിക്കാൻ കഴിയോ? അവരോടൊപ്പം കൂടാൻ കഴിയോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ ആത്മീയത നിലനിർത്താനാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ഇവിടെ സംരക്ഷിക്കാനാണ്. അത് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, പരലോകത്ത് വിജയിക്കാൻ, അതിൽ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ്. വേറൊരു ലക്ഷ്യമല്ല. ആരെയും തോൽപ്പിക്കാനോ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല. അത് മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, അൽഹംദുലില്ലാഹ്, 100 കൊല്ലമായി നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാർ കഠിനാധ്വാനം ചെയ്യുന്നു. ഈ വഴി ഇവിടെ കെടാതെ നിലനിൽക്കാൻ, ഈ ആത്മീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇവിടെ നിലനിർത്താൻ ഹബീബായ മുത്തുനബിയും സ്വഹാബത്തും താബിഉകളും താബിഉ താബിഉകളും അഇമ്മത്തും മഹാന്മാരും പഠിപ്പിച്ച വഴി ഇവിടെ നിലനിർത്താൻ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മഹാന്മാരായ മുൻഗാമികളായ അഇമ്മത്ത് അവരെന്താണോ പഠിപ്പിച്ചത് അത് ഇവിടെ നിലനിർത്താൻ. അതിനാണല്ലോ സമസ്ത പണിയെടുക്കുന്നത്, കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുതിയതായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു ഫത്വയും പുതിയതായി പറഞ്ഞിട്ടില്ല. ഒരു വിശ്വാസവും പുതിയതായി രൂപീകരിച്ചിട്ടില്ല. ഒരു നിലപാടും പുതിയതായി പറഞ്ഞിട്ടില്ല. മുൻഗാമികൾ എന്ത് പറഞ്ഞു? ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? മഖ്ദൂമി പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അഖീദയുടെ ഇമാമുകൾ അവരെന്ത് പറഞ്ഞോ അവിടെ നിൽക്കുന്നവരാണ് സമസ്ത. അതുകൊണ്ടല്ലേ നമ്മുടെ വഴി അങ്ങനെയായത്. ഇപ്പൊ തെറ്റുധരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും പറയാറുണ്ട്, ഈ വഹാബികളുടെ ബിദ്അത്തുകാരൊക്കെ പറയും ഇതൊക്കെ ഒഴിവാക്കണം. ഏതൊഴിവാക്കണം? മരിച്ചുപോയ മഹാത്മാക്കളെ ഒക്കെ ഒഴിവാക്കണം. മഹാന്മാരെ അല്ല നമ്മൾ പിൻപറ്റേണ്ടത്, കിതാബും സുന്നത്തുമാണ്. എന്നിട്ട് അവർ ഹദീസും ഓതും. തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പഴച്ചു പോകൂല. കിതാബല്ലാഹി,
വസുന്നത നബിയിക്കും, അല്ലാഹുവിന്റെ കിതാബാണ്, മുത്തുനബിയുടെ സുന്നത്താണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാ പോരെ എന്നാ ചോദ്യം. ഹദീസൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളും കോരിത്തരിക്കും, ശരിയാണല്ലോ, എന്തിനാണ് വെറുതെ കുറെ നൂലാമാല, കുറെ വാറോല, കുറെ മൗലിദിന്റെ ഏട്, കുറെ ഖുറാഫാത്തിന്റെ പിറകെ പോകുന്നതിന് നമ്മൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാ പോരെ? ഇത് മുത്തുനബി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വഹാബികളോട്, മൗദൂദികളോട്, ബിദ്അത്തുകാരോട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ അവരെ പരമാവധി എന്താണ്, ഒരു ഖുർആൻ പരിഭാഷ കാണിച്ചു തരും, ഇതാ ഖുർആൻ, മുറുകെ പിടിക്കുക. കുറച്ച് ഹദീത്തിന്റെ പരിഭാഷ വാങ്ങി കാണിച്ചു തരും, ഇതാ ഇത് മുറുകെ ഖുർആനും സുന്നത്തുമായി. അവരതല്ലേ മനസ്സിലാക്കി വെച്ചത് ഈ സാധുക്കള്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഖുർആൻ പരിഭാഷ വാങ്ങി വായിക്കലാണോ ഖുർആൻ മുറുകെ പിടിക്കൽ? കുറെ ഹദീസുകളുടെ പരിഭാഷ വാങ്ങി വായിച്ചു പഠിക്കലാണോ സുന്നത്ത് മുറുകെ പിടിക്കൽ? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം അത് തന്നെ മുഴുവൻ അംഗീകരിക്കുന്നവരല്ല ഇവിടുത്തെ ബിദ്അത്തുകാര്. അതിൽ അവർക്ക് കൊള്ളാവുന്നത് കൊള്ളും, തള്ളാവുന്നത് തള്ളും. സ്വഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസ് ദഈഫാക്കി വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞവരാണ് ഇന്നത്തെ വഹാബികൾ. അവരേത് ഖുർആനും സുന്നത്തുമാണ് മുറുകെ പിടിക്കുന്നത്? അവര് പറയുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവര് പുറത്തിറക്കിയ കുറച്ച് ഹദീസിന്റെ പരിഭാഷ, ഒരു ഖുർആന്റെ പരിഭാഷ, അത് അവരുടെ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കൽ. മുത്തുനബി ഇത് പറയുന്ന കാലത്ത് നിങ്ങളിൽ ഞാനിതാ ഇട്ടേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങൾ? ഏതാണ് ഖുർആൻ? ഏതാണ് മുത്തുനബിയുടെ സുന്നത്ത്? അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ മുസഹഫ് ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ മദീനത്തെ പള്ളിയിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൻ നാസ് അവസാനിക്കുന്ന മുസഹഫ് ഉണ്ടോ? 114 സൂറത്തുകൾ ക്രോഡീകരിച്ചിട്ടുണ്ടോ? ഖുർആൻ ക്രോഡീകരണം നടന്നിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളുടെ സമാഹാരമുണ്ടോ? മുത്തുനബിയുടെ ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരി ഉണ്ടോ? സ്വഹീഹ് മുസ്ലിം ഉണ്ടോ? ഏതെങ്കിലും ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ ഇമാം സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് 1,24,000 സ്വഹാബത്തിന്റെ എണ്ണമെന്നാണ്. അഭിപ്രായാന്തരമുണ്ടെങ്കിലും 1,00,000-ലേറെ വരുന്ന സ്വഹാബിമാർ അവരുടെ ഖൽബിലാണ് ഖുർആൻ ഉള്ളത്, അവരുടെ ജീവിതത്തിലാണ്, അവരുടെ ഖൽബിലാണ് മുത്തുനബിയുടെ സുന്നത്തുള്ളത്. ഞാനിതാ നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നു എന്ന് പറയുമ്പോ ഈ ഉമ്മത്തിന് മുത്തുനബി സമർപ്പിക്കുന്നത് സ്വഹാബത്തിനെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ അവരെ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലാകും. സ്വഹാബത്തിനെ തള്ളിയവരല്ലേ നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാര്? കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ദീനിൽ തെളിവല്ലാത്തതുപോലെ മുത്തുനബിയുടെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞവരാണ് നമ്മുടെ മലയാളക്കരയിലെ പുത്തനാശയക്കാർ. ഈ അടുത്ത കാലഘട്ടത്തിലാണ് അവരൊരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയത്, സ്വഹാബത്തിന്റെ നിലപാടുകളെ, വീക്ഷണങ്ങളെ നമുക്ക് വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ട്. ആ വാക്കെഴുതാനും വേണ്ടേ ഒരു ഉളുപ്പ്? സ്വഹാബത്തിനെ വലിച്ചെറിഞ്ഞു എന്ന അഭിമാനത്തോടെ പറയുന്നവർ സ്വഹാബത്തിനെ മാറ്റി നിർത്തി ഏത് ഖുർആനും സുന്നത്തുമാ നിങ്ങൾ മുറുകെ പിടിക്കുക. മാ അന അലൈഹി വസഹാബി, അതാണ് നേരായ വഴി. ഈ ഉമ്മത്ത് 73 വിഭാഗമാകുമ്പോ കുല്ലുഹും ഫിന്നാർ, 72 നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരേ ഒരു മില്ലത്തെ സ്വർഗത്തിലേക്കുള്ളൂ. ആരാണത്? മുത്തുനബിയുടെ വഴി സ്വീകരിച്ചവർ. മാ അന അലൈഹി, അതിനാണ് അഹ്ലുസുന്ന എന്ന് പറയാ. വാ സ്വഹാബി, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ വഴി സ്വീകരിച്ചവർ, അവർക്കാണ് അൽ ജമാ എന്ന് പറയുക. ഇത് രണ്ടും മുത്തുനബി മാ അന അലൈഹി വ സ്വഹാബി, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. ഇതാ സമസ്തയുടെ വഴി, അതാണ് മഹാന്മാരുടെ വഴി. ആ വഴിയാണ് ഇവിടെ ഈ ഉമ്മത്തിന് മഹാന്മാരായ മുൻഗാമികളൊക്കെ പഠിപ്പിച്ചെന്ന് ഞാൻ കൂടുതൽ പറയുകയല്ല, അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പല വിവാദ കാര്യങ്ങളും വരുമ്പോ ഇവർ പറയും അത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ, സ്വഹീഹ് മുസ്ലിമിലുണ്ടല്ലോ, അബൂദാവൂദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി റമദാൻ വരെയാണ്, തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിന് തർക്കങ്ങൾ വരും. പലപ്പോഴും ബിദ്അത്തുകാര് പറയും ഇമാം അബൂദാവൂദ് തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ് വെച്ചിട്ടാ പറയാറുള്ള. ഒരു സഹാബി മദീന പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ മുത്തുനബിയുടെ കൂടെ 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു റമദാനിൽ. സത്യത്തിൽ എന്താ കാരണം? ആകെ 3 തവണയാ തറാവീഹ് നിസ്കാരം മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടുള്ളൂ. അത് ആദ്യത്തെ ദിവസം വഹയിന്റെ അടിസ്ഥാനത്തിൽ മുത്തുനബി തുടങ്ങി. അന്ന് ആ പള്ളിയിലുള്ള ആളുകൾ അതിൽ കൂടി, കാരണം നേരത്തെ ഒരു അറിയിപ്പൊന്നുമില്ല.
ഈ വർഷത്തെ റമദാനിന് ഇങ്ങനൊരു നിസ്കാരം ഉണ്ടാവും. അപ്പൊ എല്ലാരും കൂടുമല്ലോ, നേരത്തെ അറിയിപ്പൊന്നുമില്ല. റസൂലുള്ള നിസ്കരിച്ചു, എല്ലാവരും കൂടി. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവരിങ്ങനെ പുറത്തിറങ്ങി പറഞ്ഞു, പള്ളിയിലുണ്ടായിരുന്ന ഒരു നിസ്കാരം, സുബ്ഹാനല്ലാഹ്, എന്തോ നിസ്കാരം. പിറ്റേ ദിവസം ആൾ ഒരുപാട് കൂടി, കേട്ടറിഞ്ഞ് കൂടി. മൂന്നാമത്തെ ദിവസം അതിനേക്കാൾ കൂടി പള്ളി നിറഞ്ഞു കവിഞ്ഞു. ഇതിങ്ങനെ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ, കേട്ടവർ ഇങ്ങനെ വരിക. ഒരു സഹാബി അങ്ങനെ കേട്ടറിഞ്ഞു വന്നു. അദ്ദേഹം വന്നത് മൂന്നാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ദിവസം. അദ്ദേഹം കേട്ടപ്പോഴേക്ക് 12 റക്അത്ത് കഴിഞ്ഞിരുന്ന് പള്ളിയിൽ കയറിയപ്പോഴേക്ക് ലാസ്റ്റ് 8 റക്അത്ത് അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അത് ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിച്ചു. പക്ഷെ അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറഞ്ഞു, അപ്പോഴല്ലേ ഇത് മനസ്സിലാവുള്ളൂ കൂട്ടരെ. അവസാനത്തെ 8 റക്അത്ത് മൂപ്പര് നിസ്കരിച്ചത്, അത് 12 റക്അത്ത് ആദ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ 8 റക്അത്ത് നിസ്കരിച്ചു റമദാനിൽ, അത് ശരിയാണ്. അതിന് മുമ്പ് കഴിഞ്ഞു, അതിന് മുമ്പത്തെ ദിവസം അദ്ദേഹം പങ്കെടുത്തോ, അതിനൊന്നും ജവാബില്ലല്ലോ. അത് വ്യാഖ്യാനിക്കുമ്പോഴല്ലേ മനസ്സിലാവുക. ഇതേപോലെ ഓരോ കാര്യവും ഞാൻ വിശദീകരിക്കുകയല്ല. ഇതിന് നമ്മൾ നോക്കേണ്ട മാനദണ്ഡാണ്. ഇത് ഇമാം അബൂ ദാവൂദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ പറയാ. പിന്നെ ആയിഷ ബീവിയുടെ മറ്റൊരു ഹദീസ് പറയാറുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. വിത്തറിനെ കുറിച്ചാണത്. പക്ഷെ ആയിഷ ബീവി കൃത്യമായി വിത്തറാണെന്ന് പറയുന്നില്ല. അതിനെ വ്യാഖ്യാനിച്ച മഹാന്മാർ പറഞ്ഞത് വിത്തറിനെ കുറിച്ചാണ്. റസൂലുള്ള റമദാനിൽ പോലും വിത്തർ 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. കാരണം ഏത് ഇബാദത്തും റമദാനായാൽ അധികം ചെയ്യും. ഇവര് വ്യാഖ്യാനിക്കുക എങ്ങനെയാണ്? റമദാൻ അല്ലാത്തപ്പോ 11 കൂട്ടിയിട്ടില്ല. റമദാനിൽ 11, 8ഉം 3ഉം 11ആണ്. റമദാൻ അല്ലാത്തപ്പോഴോ 11 വിത്തറാണ്. ഇത് റസൂലുള്ളാഹിനെ മോശാക്കലല്ലേ? റമദാൻ അല്ലാത്ത സമയത്തൊക്കെ റസൂലുള്ള 11 റക്അത്ത് വിത്തർ നിസ്കരിക്കും. റമദാനായ ഒരിക്കലും 11 റക്അത്ത് വിത്തർ നിസ്കരിക്കൂല. അതിലെ നിയത്തിന് മാറ്റി കൊടുത്താൽ മതി, എളുപ്പമാണല്ലോ. 8ന്റെ നിയത്ത് തറാവി ആക്കി കൊടുക്കുക, 3ന്റെ വിത്തറും അന്ന് തറാവിയായി വിത്തറുമായി. ഇത് റസൂലുള്ളാഹിനെ നിന്ദിക്കലല്ലേ ഇവർ ചെയ്യുന്നത്? ഇതിന് ഇവര് ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഈ കയ്യാങ്കളികൾക്ക്, ദീനുൽ ഇസ്ലാമിൽ നിങ്ങളുടെ ഈ കടത്തിക്കൂട്ടലുകൾക്ക്, നിങ്ങളുടെ ഈ പുത്തനാശയങ്ങൾക്ക്, തറാവി 8 നിസ്കരിക്കാൻ, സ്ത്രീകളെ ജുമുഅ ജമാഅത്തിന് കൊണ്ടുപോകാൻ, ഖുതുബ നാട്ടുഭാഷയിലാക്കാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേലകൾക്ക് നിങ്ങൾ പല കിതാബുകളും തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. ആ കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഇമാം ബുഖാരി തങ്ങൾ തറാവീഹ് 8 നിസ്കരിച്ചിട്ടുണ്ടോ? ഇമാം മുസ്ലിം തങ്ങൾ തറാവീഹ് 8 നിസ്കരിച്ചിട്ടുണ്ടോ? ഇമാം അബൂ ദാവൂദ് തങ്ങൾ തറാവീഹ് 8 നിസ്കരിച്ചിട്ടുണ്ടോ? ഈ ഇമാമിങ്ങൾ ആരെങ്കിലും ഒരാൾ അവരുടെ ഭാര്യമാരെ, പെൺകുട്ടികളെ, ഉമ്മമാരെ ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇവരാരെങ്കിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? ഇമാം ബുഖാരി തങ്ങൾ അറബിയായിരുന്നില്ല. ഇമാം തുർമുദി തങ്ങൾ അറബിയായിരുന്നില്ല. അറബികളായതുകൊണ്ട് അറബിയിൽ ഖുതുബ ഓതി എന്ന് പറയണ്ട. അറബികളല്ലാത്ത നൂറുകണക്കിന് ഇമാമുകൾ, മഹാന്മാര് കഴിഞ്ഞു പോയി. അവരാരും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. കഴിഞ്ഞു പോയ ഒരു ഇമാമിനും പരിചയമില്ല. ഒരു മുഹദ്ദിസും, ഒരു മുഫസ്സിറും, ഒരു ഫഖീഹും, ഒരു മഹാനും നിങ്ങൾ ഈ പറയുന്ന വേലകൾക്ക് തെളിവ് കൊണ്ടുപോവാ. കിതാബിന്റെ കണ്ടം തൊണ്ടെടുത്ത് വ്യാഖ്യാനിച്ച് ജനങ്ങളെ പറ്റിച്ചാ പോരാ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുടരുന്നത് ഈ മഹാന്മാരെയാണ്. ഞങ്ങൾ നോക്കുന്നത് അവരിലേക്കാണ്. അപ്പൊ പഴച്ചു പോകൂല. അതാണ് ഖുർആൻ പറഞ്ഞ വഴി, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. ആരാ മഹാന്മാര്? അത് പിൻപറ്റാനല്ലേ പറഞ്ഞത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി, സിറാത്തുൽ ഖുർആനി വസുന്ന എന്ന് പറഞ്ഞല്ലോ. ഖുർആനും സുന്നത്തുമാണ് നേരായ വഴി. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാരുടെ ആളുകളായത്. അതിലാണ് ബറക്കത്തുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനുൽ ശരീഫിന്റെ ഖാദിമീങ്ങളായത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ സ്ഥാപനം, അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനം ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്ന സ്ഥാപനമാണ്. ഹാഫിളീങ്ങൾ മാത്രമല്ല, അവരെ ആലിമീങ്ങളുമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഹാഫിളത്തുകളും ആലിമത്തുകളുമായ പണ്ഡിതകളും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സന്തതികളായി ഈ ഉമ്മത്തിന് സമർപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത തലമുറയിൽ എന്നാൽ ഇവർക്കോ ഈ മക്കൾക്കൊക്കെ അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം നൽകി
നല്ല കാഴ്ചപ്പാട് നൽകി, ലോക വീക്ഷണം നൽകി, അവർക്ക് ഇംഗ്ലീഷും ഉറുദുവും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും അതെല്ലാം സമന്വയിപ്പിച്ച് നൽകി നല്ല ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന നല്ല ഒരു സിസ്റ്റം, അതിന് നല്ല കാഴ്ചപ്പാടുള്ള, ലോക വീക്ഷണമുള്ള, ലോക പരിചയമുള്ള, ഒരുപാട് ലോക പണ്ഡിതന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ പി.ടി. അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകുന്ന നല്ല പ്രഗത്ഭരായ ഉസ്താദുമാർ, ഇവിടെ ഹാഫിളീങ്ങളായ ഉസ്താദുമാരും നമ്മുടെ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കുന്ന ഉസ്താദുമാരും അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരൊക്കെ നല്ല യോഗ്യരാണ്, നല്ല കഴിവുറ്റ പണ്ഡിത പ്രതിഭകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് വളർന്നു വന്ന മക്കൾക്കും വളരെ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടല്ലോ. മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന, പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായി ബന്ധപ്പെട്ട് പല പല മത്സരങ്ങളിൽ പങ്കെടുത്ത നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും നാടിന്റെയും അതിന്റെ അടയാളം പല തലങ്ങളിലും ലോക തലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ച നല്ല മക്കൾ ഇവിടെ നിന്ന് വളർന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഈ സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കുക എന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സമസ്തയുടെയും കൂടെ നിൽക്കുന്നത്. ഇതൊക്കെ സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ നിലനിർത്താനുള്ള സ്ഥാപനങ്ങളാണല്ലോ. ബഹുമാനപ്പെട്ട ഡോക്ടർ പി.ടി. സയ്യിദുൽ ഉലമയെ ഈ സ്ഥാപനത്തിലേക്ക് പലവട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരിപാടിയും തങ്ങൾ ഉസ്താദിനെ അറിയിച്ചിരുന്നു. പക്ഷേ സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഒക്കെ തിരക്കുകളും മറ്റുമൊക്കെ കാരണം നമുക്കറിയാമല്ലോ. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റുള്ള പല പരിപാടികളിലൊക്കെ അവരൊക്കെ കടന്നു വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ആശീർവാദത്തോടു കൂടെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇസ്സത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ 10,000-കണക്കിന് കുട്ടികൾ, ഇതൊരു വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് സമസ്ത ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല പ്രസ്ഥാനങ്ങളും അവിടെയാണ് വലിയ ഭയചകിതരായി ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഇത്തരത്തിലുള്ള ദീനീ സ്ഥാപനങ്ങളിലാണ്. ആ സ്ഥാപനങ്ങളിലൂടെ 2 വിദ്യാഭ്യാസവും നേടി വളർന്നു വരുന്ന മക്കളാണ്. ഏത് വലിയ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ അവബോധവും ആദർശനിഷ്ഠയും ആത്മീയമായ കാര്യങ്ങളിലുള്ള വലിയ താല്പര്യവും മഹാന്മാരോടൊക്കെ ഉള്ള മഹബത്തും നിലനിർത്തി കൊണ്ടുപോകുന്ന മക്കൾ, അങ്ങനെ അവരെ തസ്കിയത്തും തർബിയത്തും ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായം, സഹകരണം, പിന്തുണ ഈ മഹത്തായ സ്ഥാപനത്തിന് എപ്പോഴും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ തണരൊരുക്കാൻ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വളർന്നു വരുന്ന മക്കൾക്കൊക്കെ ദിശാബോധം നൽകാനുള്ള വലിയ സംവിധാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം 15 പദ്ധതികൾ ബഹുമാനപ്പെട്ട സമസ്ത പ്രഖ്യാപിച്ചു. അടുത്ത നൂറ്റാണ്ടിലേക്ക് വലിയ സംവിധാനങ്ങളാണ്. 2 വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് നൽകുന്ന വലിയ ഒരു സെന്റിനറി എഡ്യൂസിറ്റി, 12 സ്ട്രീമുകളിലായി ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസ സമുച്ചയം ബഹുമാനപ്പെട്ട സമസ്ത ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലേണിംഗ് സംവിധാനം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇന്ന് ലോകം കൈപ്പിടിയിലാണ്. ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലാണ് ലോകം മുഴുവൻ. ഏത് കാര്യവും പഠിക്കാനുള്ള ടെക്നോളജി വികസിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആ രംഗത്തൊക്കെ നല്ല കാഴ്ചപ്പാടോടെയാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മുടെ സമ്മേളന നഗരിയിൽ ഈ വരുന്ന 30ാം തീയതി മുതൽ ഒരു എക്സ്പോ ആരംഭിക്കുന്നു. 10 ദിവസത്തെ ഒരു ഗ്ലോബൽ എക്സ്പോ. അതിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇന്നും ഇന്നലെയൊക്കെ നമ്മുടെ സുപ്രഭാതത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും വലിയ ഖുർആൻ. അതൊരു നമ്മുടെ ഒരു ഫൈലി പണ്ഡിതൻ കയ്യെഴുത്ത് പ്രതി ഒരു റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് തന്നെ നേടിയ ഏറ്റവും വലിയ ഒരു ഖുർആൻ കൈകൊണ്ട് എഴുതിയത്, അതിന്റെ റെക്കോർഡ് നമ്മുടെ സമസ്തക്കാരനായ ഒരു ഫൈലി പണ്ഡിതനാണ് അൽഹംദുലില്ലാഹ് അത് നേടിയെടുത്തത്. ഇപ്പൊ നമ്മുടെ എക്സ്പോയിൽ ഇനി അതിനേക്കാൾ ആ റെക്കോർഡിനെ ഭേദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏറ്റവും വലിയ ഖുർആൻ കയ്യെഴുത്ത് പ്രതി, അതേപോലെ ബുർദ ഷരീഫ് അങ്ങനെ രേഖപ്പെടുത്തിയത്, അതോടൊപ്പം തന്നെ ഒരു AI ഉസ്താദ്, ഞാൻ അത് പറയാനാണ് ഒരുങ്ങിയത്.
AI ഉസ്താദ് എന്ന ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന നമ്മളൊക്കെ ഫത്ഹുൽ മുഈൻ സുന്നികളാണ്. ഷാഫി മദ്ഹബുകാര്, പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നികൾ. ആ ഫത്ഹുൽ മുഈനിലെ മസ്അലകൾ ഒരു റോബോട്ടിക് സംവിധാനം, AI സംവിധാനത്തോടുകൂടെ AI ഉസ്താദ് ചോദിച്ചാൽ ഏത് മസ്അലക്കും AI ഉസ്താദ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി അതിന് ഫത്വ നൽകുന്ന, മറുപടി നൽകുന്ന ആ ഒരു സിസ്റ്റം അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതേപോലെ പല സ്ഥാപനങ്ങളുടെയും പവലിയനുകൾ അവിടെ ഒരുക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്മുടെ സ്ഥാപനവും അങ്ങനെയുള്ള, നമ്മുടെ ചെറിയൊരു സ്ഥാപനമാണല്ലോ, വലിയ വലിയ വളർന്നു വന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ പവലിയനുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ കാണാം. ഇതൊക്കെ ഒരു കൂട്ടായ്മയാണ്. ഒരു പന്തലിൽ നമ്മുടെ സമസ്തയുടെ സ്ഥാപനങ്ങളൊക്കെ ഒരുമിക്കുന്ന, ഇങ്ങനെയുള്ള ടെക്നോളജിയൊക്കെ ഒരുമിക്കുന്ന, ഏത് കാലം വളർന്ന് വികസിച്ചാലും, ഏത് വലിയ ടെക്നോളജിയും AI ടെക്നോളജിയും റോബോട്ടിക് സംവിധാനങ്ങളും ഇൻഫർമേഷൻ റവല്യൂഷനും വികസിച്ചാലും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ഷാഫി മദ്ഹബും നമ്മുടെ അശ്അരി വഴിയും നമ്മുടെ സുന്നത്ത് ജമാഅത്തും നമ്മുടെ ആത്മീയതയും നമ്മുടെ പാരമ്പര്യവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിന്റെ എല്ലാ ചോരെഴുത്തും വായിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത 100ാം വാർഷികത്തിന്റെ വിവിധ പദ്ധതികൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പോയി കാണാനും മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്ലിസുൻ നൂർ, അതോടൊപ്പം തന്നെ നമ്മുടെ സാദാത്തുക്കളുടെ ഒക്കെ ദുആ, അതൊക്കെ ഇവിടെ നടക്കാനുണ്ട്. പ്രത്യേകിച്ച് സിംസാറുൽ ഹഖിന്റെ പ്രൗഢമായ പ്രഭാഷണം നടക്കാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.